നമസ്കാരം. ഭാഷാമിത്രൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളുടെ ഓണപരീക്ഷ ഇങ്ങ് അടുത്തെത്തി കഴിഞ്ഞു. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 5ാം ക്ലാസ്സിലെ ഹിന്ദി പാഠഭാഗവുമായി ബന്ധപ്പെട്ട കുറച്ച് വസ്തുതകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഹിന്ദി എന്ന് പറയുമ്പോൾ 5ാം ക്ലാസ്സിലെ കുട്ടികൾ ആദ്യമായിട്ടാണ് അവർ ഹിന്ദി ലാംഗ്വേജ് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് പഠിക്കണം? സ്വന്തം പേര് ഹിന്ദിയിൽ എഴുതാൻ കൃത്യമായി പഠിച്ചിട്ടുണ്ടാവണം. അക്ഷരത്തെറ്റില്ലാതെ പേര് കൃത്യമായി എഴുതാൻ പഠിക്കുക. കാരണം നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായിരിക്കും ആദ്യം വരിക? പേരും ക്ലാസ്സും ഹിന്ദിയിൽ എഴുതാനാണ് വരിക. അപ്പോൾ പേരൊന്നും അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ വേണ്ടി നിങ്ങൾ പഠിക്കുക. ഇനി ഏതൊക്കെ പാഠഭാഗങ്ങളാണ് നിങ്ങൾക്ക് എക്സാമിനുള്ളത്? 4 പാഠഭാഗങ്ങളാണ് ഉള്ളത് അല്ലേ. ഏതൊക്കെയാണത്? ആദ്യത്തേതൊരു കവിതയാണ്, ധൂപ് ആഗയി എന്നുള്ളൊരു കവിതയാണ്. അടുത്തതോ ടോമി ഓർ മേ എന്നുള്ളൊരു കഹാനിയാണ്. കഹാനി പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റോറി. മൂന്നാമത് പില്ല എന്ന് പറഞ്ഞൊരു കവിതയാണ്. നാലാമത്തത് ചിടിയാക്ക ഘർ എന്നുള്ള കവിതയാണ്. അങ്ങനെ 4 പാഠഭാഗങ്ങളാണ് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി പഠിക്കാനുള്ളത്. അപ്പം നമുക്ക് ആദ്യത്തെ പാഠഭാഗത്ത് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം. എന്തൊക്കെ വസ്തുതകളാണ് നമ്മൾ പഠിച്ചു പോകേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് ധൂപ് ആഗയി എന്നുള്ള കവിതയാണ്. കവിത ക്ലാസ്സിൽ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം നിങ്ങൾ ചൊല്ലിയിട്ടുണ്ടാവും അല്ലേ. ടീച്ചർ പറഞ്ഞ സമയത്ത് ഒരുപാട് പ്രാവശ്യം ഈണത്തിലൊക്കെ നിങ്ങൾ വരികൾ പാടിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വരികൾ ഓർത്ത് വെക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അത്ര പ്രയാസമുള്ള കാര്യമല്ല അല്ലേ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളോട് ചോദിച്ച ചോദ്യം ധൂപ് ആഗയി എന്നുള്ള കവിത തന്നിട്ട് വരികൾ ക്രമപ്പെടുത്താനാണ് നമ്മളോട് ചോദിച്ചത്. അപ്പം കൃത്യമായി ടെക്സ്റ്റ് ബുക്ക് ഒരുപാട് പ്രാവശ്യം വായിക്കുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? വരികളെ കൃത്യമായിട്ട് ക്രമപ്പെടുത്താൻ എളുപ്പമായിരിക്കും അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വരികൾ കൃത്യമായിട്ട് ഓരോ വരിയും കൃത്യമായിട്ട് വായിച്ചെടുത്തിട്ട് ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് വരികളെ കൃത്യമായിട്ട് ക്രമപ്പെടുത്താൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പം നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു നോക്കാം. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണേ. നോക്കാം. കവിതാക്കി പങ്ക്തിയോക്കോ ക്രം സേ ലിഖേ. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? കവിതയുടെ വരികളെ ക്രമപ്പെടുത്താനാണ് ഒന്നാമത്തെ ചോദ്യം. 3 കോളങ്ങളിലായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യണം? തന്നിട്ടുള്ള വരികളെ ക്രമപ്പെടുത്താം. ഒന്നാമത്തത് വായിക്കാം. സുബഹ് സുബഹ് കി ആ ഗയി ധൂപ്. ഇതെങ്ങനെയായിരുന്നു ശരിക്കും വരി? ധൂപ് ആ ഗയി സുബഹ് സുബഹ് കി അങ്ങനെയായിരുന്നല്ലേ. രണ്ടാമത്തതോ പ്യാരി പ്യാരി മെഹക്കി കലിയാം. അങ്ങനെ ആയിരുന്നോ? അല്ല. കലിയാം പ്യാരി പ്യാരി മെഹക്കി. അടുത്തത് മെഹക്കി കലിയാം ക്യാരി ക്യാരി. ഇതെങ്ങനെയായിരുന്നു? കലിയാം ക്യാരി ക്യാരി മെഹക്കി. അടുത്ത വരി മെഹക്കി കലിയാം ഇത്നി സാരി. കലിയാം ഇത്നി സാരി മെഹക്കി. അടുത്ത വരിയോ ഡണ്ടി ഡണ്ടി ബഹ്രഹി ഹവ. അതെങ്ങനെയായിരുന്നു? ഹവ ബഹ്രഹി ഡണ്ടി ഡണ്ടി. അല്ല, എളുപ്പമല്ലേ ഈ ക്വസ്റ്റ്യൻ? വരികൾ കൃത്യമായിട്ട് ഓർക്കുന്ന ഒരാൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ ഇത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് പാഠഭാഗത്തിൽ 3 കവിതകളാണ് നിങ്ങൾക്ക് ഇപ്രാവശ്യം പഠിക്കാനുള്ളത് അല്ലേ, ഈ ഓണ എക്സാമിന് വേണ്ടിയിട്ട്. അപ്പം അതിനുള്ള വരികൾ നിങ്ങൾ എക്സാമിൻ്റെ തലേദിവസം നമ്മൾ എന്ത് ചെയ്യുക? ഒരുപാട് പ്രാവശ്യം വരികൾ വായിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ ക്രമപ്പെടുത്താൻ തരുന്ന സമയത്ത് നമ്മൾക്ക് ഓർമ്മയിൽ നിന്നെടുത്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും. എളുപ്പമായിരുന്നില്ലേ ഒരു ക്വസ്റ്റ്യൻ? ഓക്കെ. ഇനി ഈ ഒരു പാഠഭാഗത്ത് തന്നെയാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? നിറങ്ങളെക്കുറിച്ച് പഠിക്കുന്നത് അല്ലേ. നിറങ്ങളെക്കുറിച്ച് ഈ ഒരു പാഠഭാഗത്ത് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ കളറായിരുന്നു നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിച്ചത്? 4 കളറായിരുന്നു. എന്തൊക്കെയായിരുന്നത്? ലാൽ. ലാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? റെഡ്. അടുത്തത് ഹര. ഹര എന്ന് പറഞ്ഞാൽ ഗ്രീൻ. മൂന്നാമത്തത് കാല. കാല എന്ന് പറഞ്ഞാൽ എന്താണ്? കറുപ്പ്. അടുത്തത് നീല. നീല എന്ന് പറഞ്ഞാൽ ബ്ലൂ. ഈ ഒരു പാഠഭാഗത്ത് 4 കളറുകളെക്കുറിച്ചാണ്, 4 നിറങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പം കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായിരുന്നു അടുത്ത ചോദ്യം നോക്കാം. നിറങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു രണ്ടാമത്തെ ഗതിവിധി കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ടായത്. എന്തായിരുന്നു? ചിത്ര ദേഖേ ഓർ പ്രശ്നോ കി ഉത്തർ ദേ. ചിത്രം നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യുക. പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ, ഉത്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ. നോക്കാം, അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്തിൻ്റെ ചിത്രം അത്? അതൊരു പക്ഷിയാണല്ലേ.
നമ്മളോട് ചോദിക്കുകയാണ് യഹ് കിസ് കാ ചിത്ര ഹെ, യഹ് കിസ് കാ ചിത്ര ഹെ, ഇത് ആരുടെ ചിത്രമാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആരുടെ ചിത്രമാണത്? അതൊരു ചിടിയാണ് അല്ലേ. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: ബാദൽ, ചിടിയ, മച്ച്ലി, ഫൂൽ. അപ്പോൾ ബാദൽ എന്ന് പറഞ്ഞാൽ മേഘമാണ്, ചിടിയ എന്ന് പറഞ്ഞാൽ പക്ഷിയാണ്, മച്ച്ലി എന്ന് പറഞ്ഞാൽ ഫിഷാണ്, ഫൂൽ എന്ന് പറഞ്ഞാൽ ഫ്ലവറാണ്. ഇത് ഏതിൻ്റെ ചിത്രമാണ്? ചിടിയയുടെ ചിത്രമാണ് അല്ലേ. അപ്പം നമ്മൾ എഴുതും യഹ് ചിടിയാക്ക ചിത്രഹേ അല്ലേ. അങ്ങനെ തന്നെ ക്രമത്തിൽ എഴുതുക. വരികൾ സെൻറ്റൻസ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ചിടിയ എന്ന് എഴുതിയാലും മതി. ഓക്കെ, അടുത്തത് സംഗീത് കെ അനുസാർ ചിത്രക്കു രംഗ് ദേ എന്ന് പറഞ്ഞാൽ എന്താണ്? താഴെ കുറച്ച് നമ്പർ ഇട്ടിട്ട് കളേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ കളറിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ചിടിയക്ക് നിറം നൽകാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഒന്നാമത്തെ കളർ എന്തായിരുന്നു? കാല. കാല. ഫസ്റ്റ് എന്ന നമ്പർ ഇട്ട 1 എന്ന നമ്പർ ഇട്ട കളങ്ങളിലൊക്കെ നമ്മൾ എന്ത് കളറാണ് കൊടുക്കേണ്ടത്? കാല, കറുപ്പ് കളറാണ് കൊടുക്കേണ്ടത്. 2 എന്നുള്ള നമ്പറുള്ള സ്ഥലത്തൊക്കെ എന്ത് കളറാണ് കൊടുക്കേണ്ടത്? ഹര. ഹര എന്ന് പറഞ്ഞാൽ ഗ്രീൻ. മൂന്നാമതായി നീല. 3 എന്ന നമ്പർ ഇട്ട കോളങ്ങളിലൊക്കെ ഏത് കളർ കൊടുക്കണം? നീല കളർ കൊടുക്കണം അല്ലേ. നീല ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന, ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന കളറാണ് അല്ലേ. നീല എന്ന് തന്നെയാണ് നമ്മൾ മലയാളത്തിലും പറയാം. അടുത്തത് 4ാമത് ലാൽ. ലാൽ എന്ന് പറഞ്ഞാൽ റെഡ് ആണ്. അപ്പോൾ ഈസി ആയിരുന്നല്ലേ ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ കൃത്യമായിട്ട് കളറ് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്ത ചാപ്റ്റർ ഏതായിരുന്നു? നീതു ഓർമ്മേ എന്നുള്ളൊരു ചാപ്റ്റർ ആയിരുന്നു. അതൊരു കഹാനിയാണ്. ആരൊക്കെയായിരുന്നു കഥയിലെ കഥാപാത്രങ്ങൾ? നീതുവിൻ്റെ പില്ല. പില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടിക്കുട്ടി. എന്തായിരുന്നു പട്ടിക്കുട്ടീൻ്റെ പേര്? ടോമി. ചാപ്റ്ററിൻ്റെ പേര് തന്നെ ടോമി ഓർ മേ എന്നായിരുന്നു. ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ എന്താണ് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്, എന്താണ് ഏറ്റവും കൂടുതൽ ഓർമ്മിച്ച് വെക്കേണ്ടത് നമുക്ക് നോക്കാം. എന്തായിരുന്നു? ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു ആക്ടിവിറ്റിയാണിത് അല്ലേ. എന്താണ്? പില്ല. നമ്മൾ ടോമി എന്താ ചെയ്യുന്നത്? ടോമി സോത്താ ഹേ. സോത്ത എന്ന് പറഞ്ഞാൽ എന്താ? സോന എന്ന് പറഞ്ഞാൽ എന്താ? ഉറങ്ങുക. 2ാമത് പട്ടിക്കുട്ടി എന്ത് ചെയ്യുന്നു? ഭക്ഷണം കഴിക്കുകയാണല്ലേ. ഭക്ഷണം കഴിക്കുക എന്നുള്ളതിന് എന്താ ഹിന്ദി പറയാ? ഖാന, ഖാത്താ ഹേ. എന്താണ്? പില്ല ഖാത്താ ഹേ. അടുത്തത് നെക്സ്റ്റ് പിക്ചറിൽ എന്താ കാണുന്നത്? പട്ടിക്കുട്ടി ഒരു ബോളുമായിട്ട് തട്ടി കളിക്കുകയാണ്. അപ്പോൾ കളിക്കുക എന്നുള്ളതിന് എന്താ ഹിന്ദി പറയാ? ഖേൽന, ഖേൽത്താ ഹേ. അപ്പോൾ 1ാമത്തെ ചിത്രത്തിൽ എന്താണ്? പില്ല സോത്താ ഹേ. 2ാമത്തെ ചിത്രത്തിൽ പില്ല ഖാത്താ ഹേ. 3ാമത്തെ ചിത്രത്തിൽ പില്ല ഖേൽത്താ ഹേ. എളുപ്പമല്ലേ ഇത്? ഓക്കെ. അടുത്തത് ഒരു ചിത്രം നമുക്ക് തന്നിട്ടുണ്ട്. 3 ബ്രാക്കറ്റിൽ ഒരു കോളത്തിൽ 3 വേർഡ്സും തന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള വേർഡ് നമ്മൾ ചൂസ് ചെയ്യാണ് വേണ്ടത്. പിക്ചറിൽ എന്താ കാണുന്നത്? പില്ല എന്ത് ചെയ്യുന്നു? കഴിക്കുകയാണ് അല്ലേ. ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളതിന് ഹിന്ദിയിൽ എന്താ പറയുക? ഖാത്ത. അപ്പോൾ ഖാത്തയും ഖേൽത്തയും മാറിപ്പോവരുത്. ഖേൽത്ത എന്ന് പറഞ്ഞാൽ കളിക്കുക, ഖാത്ത എന്ന് പറഞ്ഞാൽ കഴിക്കുക, സോത്ത എന്ന് പറഞ്ഞാൽ ഉറങ്ങുക. ഈ ഒരു 3 വേർഡും നമ്മൾ കൃത്യമായിട്ട് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ അല്ലേ? അടുത്ത ചാപ്റ്റർ ഏതാണ്? ചിടിയാക്ക ഘർ അല്ലേ. അതൊരു കവിതയാണ്. എന്താണ് ചിടിയാക്ക ഘർ എന്ന് പറഞ്ഞാൽ എന്താണ്? പക്ഷിക്കൂട് അല്ലേ. പക്ഷി കൂടുണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടാണ് കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. നോക്കാം ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് നമ്മൾ കവിത കൃത്യമായിട്ട് വായിച്ചിട്ടുണ്ടാവണം. കാരണം എന്ത് ചെയ്യും? ക്രമപ്പെടുത്താൻ ചോദിക്കും അല്ലേ. കവിത കൃത്യമായിട്ട് നിങ്ങൾ വായിച്ച് പഠിക്കുക, പരമാവധി പഠിക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഒരുപാട് പ്രാവശ്യം വായിച്ചാൽ തന്നെ നമ്മളുടെ മനസ്സിൽ നിന്നോളും. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്താണ് ഓർമ്മിച്ച് വെക്കേണ്ടത്? നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് പക്ഷിയുടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അപ്പോൾ 2 ബലൂൺ ഉണ്ടല്ലേ. 2 സ്ഥലത്ത് ബലൂൺ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബലൂണിൻ്റെ ഉള്ളിൽ നമ്മളെന്തോ ഫില്ല് ചെയ്യാനുണ്ട്. നമുക്ക് 2 ഓപ്ഷനും സൈഡിൽ തന്നിട്ടുണ്ട്. എന്താണത്? തിൻക, ചോഞ്ച്. തിൻക എന്ന് പറഞ്ഞൊരു വേർഡും തന്നിട്ടുണ്ട്, ചോഞ്ച് എന്ന് പറഞ്ഞൊരു വേർഡും തന്നിട്ടുണ്ട്. ഓക്കെ. തിൻക എന്ന് പറഞ്ഞാൽ എന്താണ്? പുൽനാമ്പ്. ചോഞ്ച് എന്ന് പറഞ്ഞാൽ ചുണ്ട്. അപ്പം 1ാമത്തെ പിക്ചറിൽ എന്താണ് വരേണ്ടത്? തിൻകയാണോ അത് ചോഞ്ചാണോ? ചോഞ്ചാണല്ലേ. അപ്പോൾ 1ാമത്തെ ചിത്രത്തിൽ പക്ഷിയുടെ ചുണ്ടാണ് ബലൂണിൻ്റെ അടുത്ത് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ചോഞ്ച് എന്ന് എഴുതാം 1ാമത്തെ ബലൂണിൻ്റെ ഉള്ളിൽ. സെക്കൻഡ് വൺ തിൻക. തിൻക എന്ന് പറഞ്ഞാൽ എന്താണ്? പുൽനാമ്പ്. ക്ലിയർ അല്ലേ? അപ്പം 1ാമത്തെ ചിത്രത്തിൽ 1ാമത്തെ ബലൂണിൻ്റെ ഉള്ളിൽ ചോഞ്ച് എന്നും 2ാമത്തെ ചിത്രത്തിൽ തിൻക എന്ന് എഴുതണം. ക്ലിയർ അല്ലേ?
അപ്പം നമ്മൾ എക്സാമിന് വേണ്ടിയിട്ടുള്ള 4 ചാപ്റ്ററിൻ്റെയും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എക്സാം നന്നായി എഴുതുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്